ഹലോ എവരിവോൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ വർക്ക് 14ാമത്തെ ദിവസമായി ഇന്ന് പുരോഗമിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കിൽ നമ്മൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ സൈഡിലുള്ള പാനൽസ് ഫുള്ളും സാൻഡ്വിച്ച് പാനലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ACB ഫ്രെയിമും എല്ലാം അടിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് പാനൽ ഇതാ 2 ഇഞ്ച് തിക്നെസ്സിലുള്ള സാൻഡ്വിച്ച് പാനലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ സ്പേസിന് അനായാസം കയറി പോകാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് സ്റ്റെപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞാനിതിൻ്റെ റൈസ് കൊടുത്തേക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിന് സെറ്റാക്കിയിട്ടുണ്ട്. റെഡ് മാക്സിമം എല്ലാം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർണറിൽ വരുന്ന പീസ് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ സൈഡ് മുഴുവനും നമ്മൾ സാൻഡ്വിച്ച് പാനിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഏരിയയിൽ മാത്രം ഒരു വെൻറ്റിലേഷനും അതേപോലെ ഇവിടെ ഒരു വിൻഡോയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബാക്കി കംപ്ലീറ്റും ACP കൊണ്ട് കവർ ചെയ്തെടുക്കും. നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 mm തിക്നെസ്സിലുള്ള ചെക്കർ പ്ലേറ്റാണ്. നമ്മൾ മാക്സിമം ജർഗിങ് വരാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്ര സ്ക്വയറായിട്ടുള്ളൊരു ഏരിയ അല്ല. ഇവിടെയും സൈഡ് ചേർന്ന് വരുന്ന ഏരിയയൊക്കെ നന്നായിട്ട് ചരിവുള്ള ഏരിയയാണ്. അപ്പോൾ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേമാതിരി ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയും ഈ ഒരൊറ്റ സൈഡ് നമുക്ക് സ്ക്വയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നല്ല ചരിവും ഒടിവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ചരിഞ്ഞ കോണിപ്പുള്ള ഏരിയയാണ്. ഇതിൻ്റെ ടോപ്പ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കറക്റ്റ് ഈക്വൽ ചെയ്ത് സ്ക്വയറാക്കി എടുത്തിട്ട് മറ്റേ സൈഡിൽ കോണിപ്പ് കഴിവനെ കൊണ്ട് ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മാക്സിമം 3 mm ഷീറ്റിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് സൗണ്ട് വരില്ല. ബ്രോ ഒന്ന് നടന്നേ. ഉരയ്ക്കാതെ നടാ, ഇങ്ങനെ കാലെടുത്ത് വെച്ച് നടാ. പതുക്കെ ഇങ്ങനെ പോകും. ഉരയ്ക്കുമ്പോൾ ആ സൗണ്ട് വരും. നമ്മൾ സാധാരണ ഞാൻ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ നമ്മളിങ്ങനെ എടുത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ടാക്ക്, അതായത് ഇതിപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ളത് ഫുള്ള് ഷീറ്റ് വെച്ചിട്ട് വെയിറ്റ് കയറ്റി മുകളിൽ വെച്ച് ഇട്ട് വെൽഡിങ് സ്പോട്ട് അടിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ നടന്ന് പോകുമ്പോഴത്തേക്കും ടക്ക് എന്നിങ്ങനെ പടക്ക് എന്നൊരു സൗണ്ട് വരത്തില്ല, മടക്ക്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ കയറ്റി നിർത്തിയതിന് ശേഷം മുഴുവനായിട്ട് ചവിട്ടി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 4 പേര് ഫുള്ളും ടൈറ്റ് ചെയ്തതിന് ശേഷം താഴെ നിന്നിട്ട് ടാക്കടിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കിത് ജെർഗിങ്ങോ ഈ പറഞ്ഞ സൗണ്ട് നടക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഇത് ഉണ്ടാവത്തില്ല. ഓക്കെ.